ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിസുക്കു എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സെഡ് ആർച്ചീവറിൽ ഡാറ്റ OBB ഫയൽ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ കുറേ ഭായിമാർ ഇറങ്ങിയിട്ടുണ്ട്, അതായത് നമുക്ക് കുറേ തെറ്റായിട്ട് അതായത് വർക്കാവാത്ത വീഡിയോസൊക്കെ കിട്ടും. പക്ഷേ ഇത് നല്ല ജെനുവൻ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നോക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കാണുമ്പോൾ എന്താ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിലൊക്കെ മെയിനായിട്ടും ഈ ആൻഡ്രോയിഡിൽ ഡാറ്റ OBB ഫയൽസൊക്കെ ആക്സസ് ചെയ്യേണ്ട രീതിക്കുള്ള വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര യൂസ് ആക്കിയത് വീഡിയോ. പിന്നെ നമുക്ക് എൻ്റെ അല്ല വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡിൽ ആ ഡാറ്റ OBB ഫയൽസിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മെയിനായിട്ടും ഈ ഒരു ആക്സസ് എന്തായാലും സെഡ് ആർച്ചീവറിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറേ ബംഗാളി ഭായിമാർ ഇറങ്ങിയിട്ടുണ്ടായത് കുറേ ഇങ്ങനെ ഈ ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ കുറേ മാറ്റം വരുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള മെത്തേഡ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സെറ്റിങ്സ് കയറുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ സാംസങ് ഡിവൈസസ് ആണെങ്കിൽ ജസ്റ്റ് അബൌട്ട് ഫോണിൽ പോയിട്ട് ഈ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ ബിൽഡ് നമ്പർ സംഭവമുണ്ട്. അത് ജസ്റ്റ് കുറേ ടാപ്പ് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ ചോദിക്കുക. അത് നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നമ്മൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക. അപ്പോൾ താഴെ ഉണ്ടാവും ഡെവലപ്പർ ഓപ്ഷൻ പറഞ്ഞിട്ട്. വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഫോണാണ്, ഇപ്പം ഈ പോക്കോ അങ്ങനത്തേലൊക്കെ ആണെങ്കിൽ ഈ ജസ്റ്റ് ഈ അഡീഷണൽ സെറ്റിംഗ്സിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ സെറ്റിംഗ്സ് നയിക്കും. അപ്പോൾ അതിൽ അവിടെ താഴെ ഡെവലപ്പർ ഓപ്ഷൻസ് ഏതായാലും അങ്ങനെ എടുക്കുക. ഡെവലപ്പർ ഓപ്ഷൻസ് എടുക്കുക. അത് ജസ്റ്റ് അനേബിൾ ആക്കിയിടുക. അങ്ങനെ അനേബിൾ ആക്കിയിടുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഷിസുക്കു പറഞ്ഞ ആപ്പിൾ ഇതാണ് അവിടെ മെയിൻ ആൾ. അതായത് ഇതിനെ ഓപ്പൺ ചെയ്യുക. ഷിസുക്കു ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റർഫേസിങ് വരിക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ട ജസ്റ്റ് പെയറിംഗ് പറഞ്ഞ ബട്ടൺ, അത് ജസ്റ്റ് ആ പെയറിംഗ് ക്ലിക്ക് ചെയ്യുക. ആ പെയറിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതവിടെ കണ്ടു ഡെവലപ്പർ ഓപ്ഷൻസ് പറഞ്ഞ ബട്ടൺ, ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് എനേബിൾ ജയിച്ച ഡെവലപ്പർ ഓപ്ഷനിൽ പോകും. ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഇങ്ങനെ USB ഡീബഗ്ഗിങ് ഒരു സാധനം ഉണ്ടാവും. അത് ഓഫ് കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഓൺ ആക്കുക. അപ്പോൾ ഞാൻ ചോദിക്കും ഹലോ കേട്ടത്, അപ്പോൾ അത് ഓക്കെ എടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ വയർലെസ് ഡീബഗ്ഗിങ് പറഞ്ഞ സാധനം, അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വൈഫൈ എന്തായാലും കണക്ട് ചെയ്യിക്കണം. നിങ്ങൾ ഏതെങ്കിലും വൈഫൈ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വൈഫൈ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫോൺ ഹോട്ട്സ്പോട്ട് എടുത്ത് വൈഫൈ പോലെ ആക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് അലോ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് വൈഫൈ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആ ഓണേക്കല്ല വയർലെസ് ഡീബഗ്ഗിങ് ഓണോ. എന്നിട്ട് അവിടെ ജസ്റ്റ് ആ വയർലെസ് ഡീബഗ്ഗിങ് എഴുത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഉണ്ടാവും ഈ പെയർ ഡിവൈസ് വിത്ത് പെയറിംഗ് കോഡ് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക്, ആ QR കോഡിൻ്റെ താഴെയുള്ള അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട എനിക്കൊരു കോഡ് വന്നു 592220. അപ്പോൾ അവിടെ ഇവിടെ മുകളിൽ കണ്ട പെയർ സർവീസ് ഫൗണ്ട് പറഞ്ഞിട്ട്, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ കോഡ് അടിക്കാൻ 522220 ആണോ, അത് തന്നെയാണോ? 592220. എന്നിട്ട് അവിടെ സെൻഡ് അടിക്കുക. അടിക്കുമ്പോൾ കണ്ടോ എനിക്കവിടെ സക്സസ്ഫുള്ളായി പെയറായി എന്ന് കാണിച്ചു. ജസ്റ്റ് ഒന്നുകൂടെ ബാക്ക് വരിക, ഒന്നുകൂടെ ബാക്ക് വരിക, പിന്നെ ഒന്നുകൂടെ ബാക്ക് വരിക. അപ്പോൾ ഇവിടെ ഉണ്ടാവും ആ പെയറിങ് പറഞ്ഞാൽ കുറച്ച് നമ്മൾ നിൽക്കുക. അപ്പോൾ ഇവിടെ അടിയിൽ ഉണ്ടാവും സ്റ്റാർട്ട് ബട്ടൺ, അത് സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എനിക്കിപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ടത്, അതായത് അവിടെ ഒരു വേറെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ വേറെ ഡിവൈസ് സെർച്ച് ചെയ്യേണ്ട, അപ്പോൾ അത് ഓഫ് ചെയ്യാന്ന്. ഇപ്പോൾ USB ഡീബഗ്ഗിങ് അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ഓണായി കളിച്ചുകൊണ്ട് നിൽക്കുക. ഇത് ലാസ്റ്റ് ഓണാക്കി വിടുക. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ വരിക. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടിങ് വിത്ത് വയർലെസ് ADB പറഞ്ഞ ഈ ഒരു സംഭവമാണ്. എന്നിട്ട് തന്നെ ക്ലോസ് ആവും ചെയ്യും 3 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പോൾ ഷിസുക്കുയുടെ റണ്ണിങ് ആണെന്ന് മുകളിൽ കാണിക്കും. ഇപ്പോൾ ഇവിടെ അപ്പോൾ കണ്ടു സെഡ് ആർച്ചീവർ കണ്ടത് എവിടെ അതോറൈസ് ടാപ്സ് ഒരു സംഭവം ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവും സെഡ് ആർച്ചീവർ ജസ്റ്റ് ഒരു ഓൺ ആക്കാനുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അത്ര ഷിസുക്കോയിൽ ചെയ്യാനുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അതായത് നിങ്ങൾ എപ്പോൾ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഒക്കെ ഷിസുക്കു സ്റ്റോപ്പ് ആവും. പിന്നെ ഞാൻ പറഞ്ഞ മെത്തേഡ് വെച്ച് വീണ്ടും ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ബാക്ക് വരിക. എന്നിട്ട് സെഡ് ആർച്ചീവറിൽ കയറുക. എന്നിട്ട് അവിടെ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ റൂട്ട് വർഷം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാവും ടൈപ്പ് ഓഫ് റൂട്ട് ആക്സസ് പറഞ്ഞിട്ട്. അത് ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ അതുപോലെ തന്നെ ഷിസുക്കു SU ഒക്കെ ഉണ്ടാവുക. അത് നിങ്ങൾ മാറ്റിയിട്ട് ഷിസുക്കു /SUI എന്നുണ്ടാവും, അതിലേക്ക് ആക്കുക. പിന്നെ അവിടെ ഉണ്ടാവും യൂസ് ഫോർ ആൻഡ്രോയിഡ് ഡാറ്റ OBB പറഞ്ഞിട്ട്, അതും അതിന് താഴത്തെ 2 ഓപ്ഷനും ഓൺ ആക്കുക. അങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആൻഡ്രോയിഡിൽ ഡാറ്റ ഫയൽസോ OBB ഫയൽസോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മീഡിയ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും പൊതുവെ കിട്ടുന്നതാണ് എൻ്റെ ഉറപ്പ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടും. ഇതാകണ്ട ഇപ്പം ഈ ഡാറ്റയൊക്കെ സുഖമായിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും സാധനം കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിക്കും ആൻഡ്രോയിഡിൻ്റെ ഏതൊരു ഫയൽസിക്കും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഉള്ള ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അപ്പോൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഓരോ വീഡിയോസിനും. പിന്നെ പറ്റാത്ത തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്, കാരണം എൻ്റെ മറ്റേ ചാനൽ അത്ര ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ പറ്റാതിരിക്കാൻ എന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുക, അതിനനുസരിച്ച് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും.